ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗുലോ പുറത്തുവിട്ട ട്രാൻസ്ഫർ ദുർഭൂതം നമ്മുടെ എല്ലാം ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ സൂപ്പർ താരമായിട്ടുള്ള ജിക്സൺ സിംഗ് തറോജൻ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്ലാസ്റ്റേഴ്സ് ആ താരത്തിനെ വിട്ടു നൽകാൻ ആവശ്യപ്പെടുന്ന റെക്കോർഡ് ട്രാൻസ്ഫർ ഫീയാണ്. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജിക്സനെ സ്വന്തമാക്കാൻ 3 ISL ക്ലബ്ബുകൾ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് എന്നും അറിയുന്നുണ്ട്. അതും മാർക്കസ് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺ അറൗണ്ട് നടന്നിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവർ കപ്പുയെ കിട്ടിയതോടുകൂടി ജിക്സന് വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറി എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അതിനിടയിൽ അവരല്ലെങ്കിൽ മോഹൻ ബഗാൻ അല്ലെങ്കിൽ ജിക്സനെ പോലെ ഒരു താരത്തിന് വേണ്ടി വളരെ വലിയ ക്യാഷ് വീശി എറിയാൻ കപ്പാസിറ്റി ഉള്ള മണി ബാക്കപ്പ് ഉള്ളത് സിറ്റി ഗ്രൂപ്പിന് മാത്രമാണ്. ഇന്നലെ മാർക്കസ് മർഗുലോ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിയും ജിക്സന് വേണ്ടിയിട്ടുള്ള റേസിലില്ല. മുംബൈ സിറ്റി അല്ലാതെ മറ്റ് 3 ക്ലബ്ബുകളാണ് ജിക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ജിക്സന് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു മണി ബാഗും പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ടീം ഏതാണ്? മോഹൻ ബഗാൻ പിന്മാറിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുംബൈ സിറ്റിയും പിക്ചറിൽ നിന്ന് മാറുമ്പോൾ ആരായിരിക്കും എന്നത് വളരെ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കപ്പാസിറ്റി ഇപ്പോൾ ഇമാമി ഗ്രൂപ്പ് ഫണ്ട് ചെയ്യുന്ന ഈസ്റ്റ് ബംഗാളിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ രവി പുഷ്കറിന്റെ ഡെഡിക്കേറ്റഡ് ഗോവയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ആർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവേ കിട്ടുന്നില്ല. ഇനിയിപ്പം ബംഗളൂരു എഫ് സി ആയിരിക്കുമോ എന്നുള്ള സംശയം മുറുകുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചീഫായിട്ടുള്ള പാർജിൻ്റെ ആൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ് വരുന്ന സീസണെ കുറിച്ച്. ഇനി മുഹമ്മദ് സഗാണ് വന്ന് അത്ഭുതം നടത്തുമോ? മൊത്തത്തിൽ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 3 ക്ലബ്ബുകൾ ജിക്സന് വേണ്ടി മുന്നിലുള്ളത് എന്നുള്ളത് ആർക്കും പിടികിട്ടാത്ത ഉത്തരമായിട്ട് ഇങ്ങനെ